പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പമായിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ റോബിൻ പൗലോസ് അവറുകളാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് എവർക്കും അനുഗ്രഹമായി തരേണ്ടതിന് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ റോബിൻ പൗലോസ് അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തു. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. കർത്താവിൻ്റെ ദാസനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ പാസ്റ്റർ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് റോബിൻ പൗലോസ്. ഞാനിപ്പോൾ ബീഹാറിലെ ശിവഗർ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്. എൻ്റെ വൈഫിൻ്റെ പേര് ബേബി, മകളുടെ പേര് നവനീത. മകൾ ഇപ്പോൾ മൈസൂറിൽ BSc നേഴ്സിംഗ് തേർഡ് ഇയർ ആണ്. വൈഫ് അങ്കമാലിയിൽ ഇമ്മാനുവൽ ഓർഫണേജിലൊരു ചെറിയ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ബീഹാറിൽ തനിച്ച് കർത്താവിൻ്റെ വേലയിലായി ബന്ധപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ പരിചയപ്പെടുവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ബാല്യകാലം മുതലുള്ള നല്ല ഓർമ്മകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുന്നതിനായിട്ട് സമയം വേർതിരിച്ചുകൊള്ളും. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എന്നെ കേൾക്കുന്ന കർത്തദാസന്മാരെ, ദൈവമക്കളെ, കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് റോബിൻ എന്നാണ്. ഞാനിപ്പോൾ 27 വർഷമായിട്ട് കർത്താവിൻ്റെ വേലയിലാണ്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ 54 വയസ്സ് ആയി വരുന്നു. ഇതിനിടയ്ക്ക് 27 വർഷമായിട്ട് കർത്താവിൻ്റെ ബന്ധത്തിൽ യാത്ര ചെയ്യുന്നു. ഒത്തിരി നന്മകൾ, അനുഗ്രഹങ്ങൾ കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ടുണ്ട്. കർത്താവിനെ തന്നുകൊണ്ടിരിക്കുന്നു. ഈ ബീഹാറിൻ്റെ പ്രദേശത്ത്, പ്രത്യേകിച്ചും ബീഹാറിനെ കുറിച്ച് അറിയപ്പെടുന്നത് മിഷന്മാരുടെ ശവപ്പറമ്പെന്നാണ്. എന്ന് പറഞ്ഞാൽ പ്രയോജനമില്ലാത്ത വേലയാണെന്ന്. ദൈവം ഞങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുന്നു. ചില വർഷങ്ങളായിട്ട് ഒത്തിരിയേറെ പേര് കർത്താവിനെ അറിയുവാൻ, കർത്താവിൽ കുറച്ചു പേര് സ്നാനപ്പെടുവാൻ, ഇപ്പോഴും 40-40 പേര് ഇപ്പോൾ ആരാധന കടന്നു വരുന്നു. എല്ലാവരും ധാരാളം അനുഗ്രഹിക്കപ്പെടുന്നു. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ജീവിതാനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ജനനം തന്നെ ഒരു വലിയ അനുഭവമാണ്. എൻ്റെ പിതാവ് അവര് ഇടുക്കിയിൽ കയറിയിട്ട് ഒരു 58-ന് മുമ്പ്, അതായത് 1958 മുമ്പ് ഒരു ഇടുക്കിയിൽ കയറി സ്ഥലങ്ങളെ വെട്ടിപ്പിടിച്ചവരാണ്. അവിടെ എൻ്റെ ജന്മം അവിടെയാണ്, ഇടുക്കിയിലാണ് ജനനം. ജന്മം എന്ന് പറയുന്നത്, ഒരിക്കൽ എൻ്റെ അമ്മ പ്രസവത്തോടടുത്ത് ആസ്പത്രിയിൽ, ഇടുക്കി ജില്ലയില് മുണ്ടീരുമ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട്. ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് അമ്മയെ കൊണ്ടുപോയി. ഒരു ഉച്ച കഴിഞ്ഞത്തെ സമയത്ത് പ്രസവം നടന്നു. എൻ്റെ അച്ഛൻ അന്നേരം കൂടെ ഇല്ലായിരുന്നു. ഞാൻ അച്ചാച്ചി എന്നാണ് വിളിക്കുന്നത്. അച്ഛൻ കൂടെ ഇല്ലായിരുന്നു. അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് പണിക്ക് പോയിരുന്നു. പണിയെ കഴിഞ്ഞ് വന്നപ്പോൾ ഇങ്ങനെ വൈഫിനെ കൊണ്ടുപോയിരിക്കുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടി, അന്ന് വണ്ടിയില്ലാത്ത സമയമാണ്, അവിടുന്ന് ഒരു 6 കിലോമീറ്റർ നടന്ന് ആസ്പത്രിയിലെത്തി. ആസ്പത്രിയിൽ വന്ന് കണ്ടപ്പോൾ ഡോക്ടർമാരും നഴ്സുമാരും പറഞ്ഞു, കുട്ടി മരിച്ചുപോയി. അപ്പം ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇല്ല, ഞങ്ങളതിനെ കളഞ്ഞു. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ കുഴിച്ചിടേണ്ടതായ ആവശ്യമൊന്നുമില്ല. ചെറിയൊരു കുട്ടിയാണ്, കൂടി 1-2 കിലോ വെയിറ്റുകളേ ഉള്ളൂ. അങ്ങനെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞാൽ അതിന് ശബ്ദമില്ല. അവരെ സംബന്ധിച്ച് അവർ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെയും ചെയ്തിട്ട് ഒരു ശബ്ദം പോലും പുറത്തുവിടാതെ വന്നപ്പോൾ അവര് മരിച്ചു എന്ന് വിധി എഴുതി അതിനെ അവർ പുറത്ത് കാട്ടിൽ വലിച്ചെറിഞ്ഞു. പുറത്ത് കുമ്മിണിക്കാടാണ്, നമ്മുടെ നാട്ടിൽ പറയുന്ന കുറ്റിക്കാട്, കുമ്മിണിക്കാട് എന്നൊക്കെ പറയും. എന്നാൽ മാതാവിനോട് ചോദിച്ചപ്പോൾ ഒരു ആൺകുട്ടിയാണ്. പക്ഷെ എങ്ങനെയാണ് സംഭവം എന്ന് അവർ പറഞ്ഞപ്പോൾ, എങ്ങനെയൊക്കെ എൻ്റെ മുഖം ഒന്ന് കാണണം എന്ന് പറഞ്ഞ് വന്നു. കാട്ടിൽ വന്ന് നോക്കിയപ്പോൾ നീർന്ന് ഉറുമ്പ് പൊതിഞ്ഞിരിക്കുന്നു.
ഉറുമ്പ് പൊതിഞ്ഞിരുന്ന ഇങ്ങനെ ചെറിയ ശബ്ദം കേൾക്കുന്നുണ്ട്, കരയുന്നുണ്ട്. അതിനെ അവിടെ നിന്ന് എടുത്ത് പിന്നെ തിരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഇത്രത്തോളം വർഷങ്ങൾ ഇപ്പോൾ 54 വയസ്സായി. പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ഇടുക്കി ജില്ലയുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസം, കാലാവസ്ഥയുടെ പ്രയാസങ്ങൾ, വിദ്യാഭ്യാസം തുടങ്ങി 10ാം ക്ലാസ് വരെയും വളരെ നന്നായിട്ട് പഠിച്ചു വന്നു. എനിക്ക് പതിനാല് വയസ്സുള്ളപ്പോ എൻ്റെ പിതാവ് മരണപ്പെട്ടു. അവിടുത്തെ കാലാവസ്ഥയോട് മല്ല് പിടിച്ച് ജീവിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ടിവിയുടെ അസുഖം പിടിപെട്ട് അദ്ദേഹം ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. ഞാൻ 10ാം ക്ലാസ്സിലെ പരീക്ഷയുടെ സമയമായിരുന്നു. പരീക്ഷ പാസ്സാകാൻ കഴിഞ്ഞില്ല. പിന്നീട് രണ്ടാമത്തെ പ്രാവശ്യം പരീക്ഷ എഴുതി പാസ്സായി. എന്നാൽ മുന്നോട്ടുള്ള പഠനത്തിന് വളരെ ബുദ്ധിമുട്ട്, പ്രയാസം അനുഭവപ്പെട്ടു. ഞങ്ങൾക്ക് 1.5 ഏക്കർ സ്ഥലമുണ്ടായിരുന്നു. പൈസയുടെ ആവശ്യം വന്നപ്പോൾ എൻ്റെ പെങ്ങളുടെ, ഞങ്ങൾ മൊത്തം 5 മക്കളായിരുന്നു. 3 പേര് പലവിധ കാരണങ്ങളാൽ മരണപ്പെട്ടു. പിന്നെ ഞാനും എൻ്റെ 9 വയസ്സിന് വ്യത്യാസം എനിക്കൊരു മൂത്ത ചേച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ പിതാവ് എനിക്ക് 14 വയസ്സുള്ളപ്പോൾ എൻ്റെ പിതാവ് മരിച്ചു. അതിനുശേഷം മാതാവ്, 1 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ അളിയനും മരിച്ചു. പെങ്ങൾക്ക് 3 കുട്ടികളുണ്ട്, അവരെയും പോറ്റണം. മാതാവും കൂടെ ഉണ്ട്. വളരെ കഷ്ടപ്പെട്ടുള്ള ജീവിതത്തിൽ വിദ്യാഭ്യാസം ചെയ്യണം ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. കഴിഞ്ഞില്ല. പക്ഷെ പിന്നീട് ഞാൻ കുറച്ചു കാലം ജോലി ചെയ്തു മറ്റുള്ളവരുടെയും കൂടെ. അതിനുശേഷം പിന്നെ ഞാൻ പിന്നെയും 2 വർഷത്തിന് ശേഷം പിന്നെയും വിദ്യാഭ്യാസം ചെയ്യാൻ ഡിഗ്രി പഠിക്കാനായിട്ട് കടന്നുപോയി. 2 വർഷം പഠിച്ചു. അതും പരീക്ഷ എഴുതാനായിട്ട് കഴിഞ്ഞില്ല. പിന്നെ മറ്റു പല ജോലികളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ജീവിതത്തിൽ യാത്ര ചെയ്യുകയാണ്. എന്നെ ഒത്തിരി സ്നേഹിക്കുന്നവരാണ് നാട്ടുകാർ വഴി. കാരണം തനിച്ചേ ഉള്ളൂ, കുടുംബത്തിന്റെ ഭാരങ്ങൾ, വളരെയേറെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എനിക്ക്, നല്ല കൂട്ടുകാർ, നല്ല സുഹൃത്തുക്കൾ. ഒരിക്കലും എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് വളരെ ഞങ്ങളൊരു പാത്രത്തിൽ ഭക്ഷിച്ച് വളർന്നു വന്നവരാണ്. അവൻ്റെ വീടോ എൻ്റെ വീടോ തമ്മിൽ യാതൊരു വ്യത്യാസമില്ലായിരുന്നു. വിശക്കുമ്പോൾ അവൻ ഞങ്ങളുടെ അടുത്ത് വരും. കപ്പ ധാരാളമുള്ള സ്ഥലമാണ്. ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് കടന്നു പോകും. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മരുമകൻ ആ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ താമസിക്കാൻ, അവർക്ക് ഒരു മകള് മാത്രമേ ഉള്ളൂ. ആ വീട്ടിൽ അവർ താമസം വന്നു. അദ്ദേഹത്തിന് വളരെയേറെ സ്ഥലമുണ്ട്. അവർക്ക് അവരെക്കുറിച്ച് പ്രതിപാദിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് പറഞ്ഞു. അവർക്ക് ധാരാളം സ്ഥലമുണ്ട്. അപ്പം ഈ ഒരു മകളേ ഉള്ളൂ, 5 ഏക്കർ ഭൂമിയുണ്ട്. അപ്പൊ ഇദ്ദേഹം ഇവിടെ വന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അപ്പൊ എന്നോട് ഇദ്ദേഹം, ഈ മകളുടെ ഭർത്താവ്, വളരെ പുള്ളിക്കാരനാണ്, വളരെ താല്പര്യമാണ്, വളരെ കൂട്ടാണ്. ഞാൻ അവിടെ ജോലി ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഒത്തിരി സന്തോഷങ്ങൾ കടന്നുപോയ സമയത്ത് അനിയന്റെ മക്കളുമായിട്ട് നല്ല കൂട്ടുകാരാണ്. പക്ഷെ
ചില വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാൻ തുടങ്ങി. തനിയേ ഉള്ളു ഞാൻ, വേറെ ആരെയും സ്വന്തക്കാരോ ബന്ധക്കാരേ ഇല്ല, പെങ്ങൾ മാത്രമേ ഉള്ളൂ. അവളും വിധവയാണ്. പക്ഷെ ജീവിതം കഷ്ടപ്പാടൂടെ ആണെങ്കിലും സുഖകരമായി സഞ്ചരിക്കുക. ആ ഒരു കൂട്ടുകാർ തമ്മിലുള്ള ഒരു പ്രശ്നത്തില് ഞാൻ വളരെ മാനസികമായ ടെൻഷൻ, പ്രയാസങ്ങൾ ഉണ്ടായി. വാശി എല്ലാവർക്കും ഉണ്ട്, വൈരാഗ്യം എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഇവരുടെ ബന്ധത്തിൽ അവരെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു തീരുമാനത്തിൽ ഞാനായി. അത് എന്തെങ്കിലും ചെയ്യാന്നുള്ളതല്ല, മനഃപൂർവ്വമായിട്ട് അവരെ വകവരുത്താനുള്ള ഒരു ചിന്തയിലേക്ക് ഞാൻ കടന്നുപോയി. പക്ഷെ പുറകോട്ട് ചിന്തിക്കുന്നു, മുന്നോട്ട് ചിന്തിക്കും, എന്ത് ചെയ്യണം, ചെയ്താൽ എന്ത് ചെയ്യും, എനിക്ക് എൻ്റെ അമ്മയുണ്ട്, സഹോദരിയുണ്ട്, മക്കളുണ്ട്, ഇവരെയൊക്കെ നമ്മള് കൊണ്ടുപോകണം. പക്ഷെ പിന്നെയും മനസ്സിൽ വിദ്വേഷം വളർന്നു വന്ന് വളരെ എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ള തീരുമാനത്തിൽ ഞാൻ എത്തിച്ചേർന്നു. ഒരു ദിവസം തീരുമാനിച്ചു, ഈ ദിവസം ചെയ്യണമെന്നുള്ള തീരുമാനത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് നല്ലൊരു സുഹൃത്തുണ്ട്, ജോസഫ് എന്ന പേര്. അപ്പോൾ ഞങ്ങള് വളരെ നല്ല സുഹൃത്തുക്കളാണ്. ഞാനിടയ്ക്ക് പാർട്ടിപരമായിട്ടുള്ള കാര്യങ്ങൾ കടന്നു പോകുന്നു, സംഘടനാപരമായുള്ള ജാതീയ സംഘടനാപര ബന്ധങ്ങൾ കടന്നുപോയി പ്രവർത്തന മേഖലകളിലായിരിക്കുന്നു. വളരെ ഇടുക്കി ജില്ലയിലെ മുഴുവനും പ്രദേശങ്ങളിൽ കാൽനടയായും വാഹനത്തിലും കടന്നുപോയി പ്രചരണങ്ങളിൽ ഏർപ്പെട്ട് ജനങ്ങളെ കൂട്ടി വലിയൊരു, ഞങ്ങൾ രണ്ടുപേരും കൂടി വലിയൊരു സമൂഹത്തെ ഒന്നിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമത്തിൽ നടന്നു. ആ ഒരു ബന്ധം ഉള്ളത് കൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, നമുക്ക് ഒരിടം വരെ പോകാം. ഞാൻ പറഞ്ഞു, എനിക്ക് ഒന്നിന്റെ കാര്യങ്ങളുണ്ട്, ഞാൻ ആരോടും പറയാറില്ല. ഞാൻ പുകവലിക്കുമായിരുന്നു, മദ്യപിക്കും. പുകവലിക്കും എല്ലാവരും കൂടി വലിക്കുന്നവർ, മദ്യം ഞാൻ ഒറ്റയ്ക്കേ മദ്യപിക്കുന്നു. മദ്യപിക്കാൻ വേണ്ടി ഞാൻ ആരെയും കൂട്ടുപിടിക്കത്തില്ല. ഒരിക്കൽ മാത്രമേ കൂട്ടുകാർ കൂടി മദ്യപിച്ചിട്ടുള്ളൂ. പിന്നീട് ഒരിക്കലും മദ്യപിക്കാൻ തോന്നിക്കാൻ തനിയെ പോകും, മദ്യപിക്കും, അനങ്ങാതെ വീട്ടിൽ വരും. അങ്ങനെയുള്ളൊരു പ്രകൃതക്കാരനായിരുന്നു, എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നവനാണ്. അങ്ങനെ ജീവിതത്തിൽ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ സുഹൃത്ത് വന്ന് പറഞ്ഞു, നമുക്ക് വരെ പോകാം. മൂന്നാറിന്റെ, ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു 90 കിലോമീറ്റർ ദൂരെയാണ് മൂന്നാർ, സൂര്യനെല്ലി, ആ ഭാഗങ്ങളൊക്കെ. കടക്കാസിറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ പോയി. അവിടെ ഒരു വീട്ടില് പ്രാർത്ഥന നടക്കുക. ഞാൻ CMSലായിരുന്നു. CMSലെ ഒരച്ഛൻ, 2 അച്ഛന്മാര് കുപ്പായം അഴിച്ചു വെച്ചിട്ട് ഒരു ഉപവസിക്കുക. അവർ ഉപവസിക്കുന്ന വിഷയം ഇതാണ്. ആ വീട്ടിൽ അദ്ദേഹം മേസ്ത്രിയാണ്, കല്ല് പണിയുന്ന, വീട് പണിയുന്ന മേസ്ത്രിയാണ്. അന്നത്തെ സമയത്ത് 500 രൂപ കൂലിയുണ്ട്. 3 ദിവസം 3 നേരം ചെലവ് കിട്ടും. രാവിലെ കാപ്പി വെച്ചത്, ചോറ്, വൈകിട്ട് കാപ്പി, ബാക്കി 500 രൂപ കിട്ടും. അദ്ദേഹത്തിന് സ്ഥലമുണ്ട്, അതിനകത്ത് ഏലമുണ്ട്, കാപ്പിയുണ്ട്, കുരുമുളകുണ്ട്, തേയിലയുണ്ട്, മഞ്ഞളുണ്ട്, ഇഞ്ചിയുണ്ട്, സകല കൃഷികളും ചെയ്യുന്ന. അപ്പൊ അദ്ദേഹത്തിന് നീക്കിയിരിപ്പ് ഒരു വർഷം 1 ലക്ഷം രൂപ വരും. 3 പെൺകുട്ടികൾ, 1 ആൺകുട്ടി. 2 പെൺകുട്ടി കല്യാണം കഴിഞ്ഞു, 1 പെൺകുട്ടിയോട് കല്യാണം കഴിക്കാൻ, ചെറുക്കം പഠിക്കുന്നു. അങ്ങനെ 3 പേർ. ഇപ്പോൾ 3 പേർ, 2 പേര് വീട്ടിലുണ്ട്. 2 പേരുടെ കല്യാണം കഴിഞ്ഞു. എന്നാൽ 2 പേർക്ക് എന്തെങ്കിലും കൊടുക്കാൻ, നേരത്തെ കൊടുക്കാൻ വാക്ക് പറഞ്ഞിരിക്കുന്ന കാര്യം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ എത്ര രൂപ അധ്വാനിച്ച് വീട്ടിൽ കൊണ്ടുവന്നാലും നിമിഷങ്ങൾക്കുള്ളിൽ കേസോ പ്രശ്നമോ രോഗമോ വന്നത് നശിച്ചു പോവുകയാണ്. ഈ വിഷയത്തിൽ അച്ഛനുമായിട്ട് അവരാലോചിച്ച് ഒരു തീരുമാനമെടുത്ത് അവര് ഉപവസിക്കാൻ തീരുമാനപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഞങ്ങളും ഇതിനകത്ത് നിന്ന് പെട്ടു. ഈ സമയത്ത് ഞങ്ങൾ മദ്യം കഴിക്കുന്നവരാണ്, പുകവലിക്കുന്നവരാണ്. ഞാൻ സുഹൃത്തിനോട്, നമ്മളിങ്ങനെ എവിടെ നിന്നാ വന്നത്? ഇവര് ഉപവാസമല്ലേ, നമുക്ക് ഭക്ഷണമില്ല, നമ്മൾ പുറത്തു പോയി എങ്ങനെ ഭക്ഷണം കഴിക്കും? പക്ഷെ ദൂരം, നടന്നു ദൂരമാണ്, കുഴപ്പമില്ല, നമ്മളും കുറച്ച് ദിവസം ഇവിടുത്തെ ഇരിക്കാം. എന്നാൽ എനിക്കറിയില്ല അദ്ദേഹം എന്താണ് എന്നെ ഉദ്ദേശിച്ചത്, എനിക്കറിഞ്ഞൂടാ. പക്ഷെ അവരുടെ കൂടെ ഇരിക്കേണ്ട സാഹചര്യം വന്നു. ഞങ്ങൾ 10-30 പേര് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു, പാട്ടുപാടുന്നു, അച്ഛൻ പ്രസംഗിക്കുന്നു, നല്ല വചനങ്ങളെ കേൾക്കുന്നു. ഇങ്ങനെ ഒരു സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് പുകവലിക്കണം തോന്നിയാൽ പുറത്തുനിന്ന് ഞങ്ങൾ പുകവലിക്കും. കുരുമുളകിന്റെ ഇല ചവച്ചിട്ട് പിന്നെയും കയറിപ്പോയിരിക്കും, കാരണം മണം ഉണ്ടാവില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 2ാമത്തെ ദിവസം ഉച്ച കഴിഞ്ഞ് 3 മണിയായപ്പോൾ
എല്ലാവരും പ്രാർത്ഥനയില്ല. അപ്പൊ എനിക്ക് ഒരു പ്രത്യേക അനുഭവം ശരീരത്തിൽ ഉണ്ടാകുന്നത്, എനിക്ക് ഭാരമില്ലാത്ത പോലെ തോന്നും. ഞാൻ നേരെ താഴെയും കുമ്പിട്ട് താഴോട്ട് നോക്കിയിരിക്കും, പായയുടെ പുറത്തായിരിക്കുന്നു, വയലേക്ക് നോക്കിയിരിക്കും. പുരയുടെ മോന്താഴവും, പഴയ ഓടിട്ട വീടാണ്, മോന്താഴവും വളയും ഒക്കെ താഴെ കാണാം. ഞാൻ കൂട്ടുകാരനോട് ചോദിച്ചു, അച്ഛന്മാരൊക്കെയാ മന്ത്രവാദ മാന്ത്രിക വല്ലതും ആണോ? എന്നോട് കൂട്ടുകാരൻ പറഞ്ഞ് പേടിക്കുമെന്ന് വേണം, നീ അനങ്ങാതെ അവിടെ ഇരുന്നു. ഞാനിതെല്ലാം കണ്ടുകൊണ്ട് ഈ മോന്താഴം, പുരയുടെ മോന്താഴം, താഴെ പായൽ കാണുക, മോന്താഴം, അതിൻ്റെ അടുത്ത വള, അതെല്ലാം ഇങ്ങനെ കണ്ടതിന് ശേഷം അല്പം കൂടെ കഴിഞ്ഞപ്പോൾ ആകാശം കാണാൻ തുടങ്ങി. ആകാശത്തിൽ നിന്നൊരു തീഗോളം വളരെ സ്പീഡിൽ, വളരെ നല്ല പവറിലാണ് വരുന്നത്, നല്ല ശക്തിയിൽ പറന്നു വന്ന് ഞങ്ങളിരിക്കുന്ന റൂമിന്റെ മുകളിൽ വന്ന് വീണു. ഈ സമയത്ത് വേറൊരു വീട് പണിയാൻ വേണ്ടി, നല്ലൊരു വീട് പിന്നെ കുറച്ചുകൂടെ നല്ലൊരു വീട് പണിയാൻ വേണ്ടി ആ വീടിന്റെ പുറയിൽ വെച്ച് ഒരു റൂം പണിതിട്ട്, റൂമിനുള്ളിൽ ഇഞ്ചിയുണ്ട്, മഞ്ഞളുണ്ട്, പച്ച ഉണങ്ങാനായിട്ട് ചിരണ്ടി വെക്കാൻ ഉണങ്ങാനായിട്ട് വെച്ചിരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ തടിയും കൂടെ അറുത്ത് ഉരുപ്പടിയാക്കി വെച്ചിട്ടു. ഈ ശബ്ദം ഞാൻ കേട്ടു, ഞങ്ങളെല്ലാം ശബ്ദം കേട്ടു. വീട്ടിന് പുറത്ത് ചെന്നപ്പോ ഈ പുറത്തെ റൂം ഒന്നുമില്ല, എല്ലാം തകർന്ന് തരിപ്പണമായി, ഒന്നുമില്ല അവിടെ. അപ്പൊ ഞാൻ കാണുന്നത് പുരയുടെ മോന്താഴത്തിന് ചേർന്ന് വളയെന്ന് പറഞ്ഞ സാധനം അടിച്ചു. ആ വളയുടെ ഭാഗത്തൊരു ചെറിയ കറുപ്പ് പൊട്ടൻ എന്നെ കാണിച്ചു. ഞാനത് കണ്ടിട്ടിരിക്കുക, ആരോടും പറഞ്ഞില്ല ഇത്രയും കണ്ട ശേഷം. പക്ഷെ ഈ സംഭവം ഈ ഇടിവെട്ടി ഇറങ്ങി തീകോളം വന്ന് വീടിന്റെ മുകളിൽ അടിച്ചു. ആ റൂം ഒന്ന് തകർന്നു പോയി മുഴുവനും. ഞങ്ങളെല്ലാം പുറത്തേക്ക് നോക്കി, എല്ലാം കണ്ടു. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല എങ്കിലും തിരിച്ചു വന്നു. അന്ന് രാത്രി എല്ലാവരും കിടന്നു. മൂന്നാമത്തെ പകലും പ്രാർത്ഥനയുണ്ട്. അന്ന് രാത്രി തൊട്ട് അദ്ദേഹത്തിന്റെ ആ വീടിന്റെ മകൻ, ഞങ്ങളെല്ലാം സമപ്രായക്കാരാണ്. എൻ്റെ കൂടെയുള്ള സഹോദരൻ മാത്രമേ അല്പം പ്രായക്കൂടുതലുണ്ട്. ഞങ്ങളെല്ലാം സമപ്രായക്കാരാണ്. ഞങ്ങൾ സമപ്രായക്കാരുടെ ചില സംസാരങ്ങളും പ്രാർത്ഥനയ്ക്ക് നടക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സംസാരത്തിൽ നിന്നും മാറ്റമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ പല കാര്യം സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അസഹനീയമായ ശരീരവേദന, വയറുവേദന എനിക്കുണ്ടാവും, സഹിക്കാൻ കഴിയാതെ. ഞാനിവരാരോടും പറയാറില്ല, തന്നെ സഹിക്കുന്ന ഒരു രീതി എനിക്കുണ്ട്. കാരണം വീട്ടിലെ സാഹചര്യം അങ്ങനെ ആയിരുന്നു, ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ തന്നെത്താനെ അതിന് സഹിക്കുന്നവൻ. അങ്ങനെ സഹിച്ച് അവിടെ കിടന്നു. രാത്രി കിടന്നു. പിറ്റേ ദിവസം രാവിലത്തെ പ്രാർത്ഥനയും കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ദിവസം അവിടുന്ന് മടങ്ങിപ്പോന്ന് ഞാൻ എൻ്റെ ദേശത്ത് വന്നു. പിന്നെയും പല ജോലികൾ വ്യാപൃതന ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ സിനിമ കാണാറുണ്ട്, ന്യൂസ് ഷോ കാണാൻ വേണ്ടി പോകും. സിനിമ കാണാൻ തനിയാ പോണേ, കൂട്ടുകാരന്മാരോട് പോകാറില്ല. അഥവാ പോയാലും വീട്ടിലുള്ളവരുടെ കൂടെ, പിന്നെ അല്ലെ വലിയ ഒത്തിരി പേരുണ്ടെങ്കിൽ അവരോട്. അങ്ങനെ പോയി സിനിമ കാണാൻ കയറിയിരുന്നു. ഒരിക്കൽ കൂട്ടുകാരോട് സിനിമ കാണാൻ കയറിയിരുന്നു. എനിക്ക് 10 മിനിറ്റേ കാണാൻ കഴിയുമ്പോൾ അപ്പോഴത്തേനും ശരീരത്തിന് പ്രശ്നങ്ങളായ വയറുവേദനയായ ഞാൻ പിന്നെയും പുറത്തിറങ്ങി വരും. 10 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും തിയേറ്ററിൽ കടന്നു പോകും. പിന്നെയും പ്രശ്നങ്ങളാകും, പിന്നെ ഇറങ്ങി വരും. അങ്ങനെ പലപ്പോഴായിട്ട് സിനിമ ഉപേക്ഷിച്ചു. പുകവലി ഓട്ടോമാറ്റിക്കായിട്ട് നിന്നുപോയി. അപ്പം കൂട്ടുകാരാണ് ചോദിച്ചത്, ഭയങ്കര അനുഭവങ്ങളാണ് എനിക്കുണ്ടാവുന്നത്. അതിന് പറഞ്ഞ് പേടിക്കണ്ട, ഇതൊക്കെ ദൈവപ്രവർത്തിയാ. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. അപ്പം കുറച്ചു കാലം കഴിഞ്ഞപ്പോ, ഒരു 2-3 മാസം കഴിഞ്ഞപ്പോ, ജോസഫിന്റെ കൂടെയുള്ള യാത്രയായതുകൊണ്ട് പല വിശ്വാസഭവനങ്ങളിൽ കടന്നു പോകുന്നു, പല മർത്തോമാക്കാരുടെ പല സ്ഥലത്ത് ഇങ്ങനെ കടന്നു പോകാൻ ഇടയായിത്തീരുന്നു. അദ്ദേഹത്തിന് കൂട്ടിന് പോകുന്ന, വേറെ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ചിലപ്പോഴൊക്കെ ഇവിടെയൊക്കെ പ്രാർത്ഥന കേൾക്കുമ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ പല കാര്യങ്ങളും കടന്നു വരാൻ തുടങ്ങി. ഞാനിത് ആരോടും പറയാറില്ല. ഞാൻ കൂട്ടുകാരനെ പറഞ്ഞു, എനിക്ക് പഠിക്കാൻ വലിയ താല്പര്യം, എന്താണെന്ന് അറിയണോ, ഇതിനകത്ത് ഇരിക്കുന്നത് എന്താണെന്ന് അറിയണം. ഒരു സുപ്രഭാതത്തിൽ ഞാനിങ്ങനെ വെറുതെ ഒരു സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ, പണിയൊന്നും ഇല്ലെങ്കിൽ കറങ്ങി നടക്കുന്ന സ്വഭാവം ഉള്ളത് കൊണ്ട് പോയിട്ട് തിരിച്ചു വരുന്ന ഒരു രാജു എന്ന് പേരുള്ള ഒരു സഹോദരനെ, ഞങ്ങൾ പഠിക്കുന്നതിന് മുമ്പേ ആ സ്കൂളിൽ പഠിച്ചിരുന്ന ആളാണ്. അങ്ങനെ കണ്ടുപരിചയമുള്ളൂ. എന്നോട് ചോദിച്ചു, എന്നാ പരിപാടി? ഞാൻ പറഞ്ഞ പരിപാടികളൊന്നുമില്ല, സാധാരണ പരിപാടിക്ക് തന്നെ, വിദ്യാഭ്യാസമൊന്നുമില്ല, അതെല്ലാം കഴിഞ്ഞു, മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല, എങ്ങനെയൊക്കെ ഇരിക്കുന്നു. അതുകൊണ്ട്
എനിക്കൊരു താല്പര്യമുണ്ട് ഈ ബൈബിളിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണോ, ശരി. അദ്ദേഹം തിരിച്ചുപോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ ഉടമ്പടിക്ക് ഏലക്കാടിൽ മറ്റു പണിയൊക്കെ എടുത്തല്ല, കൂട്ടുകാർ കൂടി 10-15 കൂട്ടുകാർ ഒന്നിച്ച് പണിതെടുത്ത് അങ്ങനെ പൈസ ഉണ്ടാക്കാം. ഒരു ദിവസം ഇങ്ങനെ പണി ചെയ്തോടെ നിന്നപ്പോ അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്ന് വിളിച്ചു. വീട്ടിൽ നാളെ പറഞ്ഞു വിട്ടു, ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, ചെല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് ഇറങ്ങി അവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നാളെ ബൈബിൾ കോളേജ് ജോയിൻ ചെയ്യണം, ഞാൻ നിങ്ങൾക്ക് അഡ്മിഷൻ മേടിച്ച് വെച്ചിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ എത്തി പോരണം. ഞാൻ പറഞ്ഞു ഇതെങ്ങനെ പറ്റും? ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഓനൊരുങ്ങിക്കും. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു മുണ്ടുണ്ട്, 2 ഷർട്ടുണ്ട്, വേറെ ഒന്നുമില്ല. അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞിടാ എൻ്റെ കയ്യിലൊരു 400 രൂപ ഇരിപ്പുണ്ട്, ഇന്നത് എടുത്തു. ആ 400 രൂപയും 2 ഷർട്ടും ഒരു മുണ്ടുമായിട്ട് കോളേജിലേക്ക് കിടന്നു. കോളേജ് ജീവിതം സന്തോഷമായിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങള് കോളേജ് അധ്യാപകരെ ആരും കണ്ടില്ല, ഡീനെ കണ്ടിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ വൈകിട്ടാണ് എത്തുന്നത്. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹത്തെ കാണുവാൻ താല്പര്യപ്പെട്ട് ഞങ്ങൾ രാത്രിയിൽ റൂമിൽ വിശ്രമിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാനിവിടെ ആദ്യമായിട്ടാണ്, എനിക്കൊന്നും അറിയില്ല. ഒന്നും അറിയത്തില്ലാത്തൊരു കുട്ടിയെപ്പോലെ ഇവിടെ ഇരിക്കുക, മുന്നോട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവ് പറയണം. എങ്ങനെ പറഞ്ഞു? ഞാൻ കിടന്നു. രാത്രി 2 മണിയായപ്പോ ഞാനൊരു ദർശനം. ദർശനം ഇതാണ്. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം. ഞാൻ അധ്യായം മുഴുവനും വായിച്ചു. 3-ാമത്തെ വാക്യം പ്രത്യേകിച്ചും വായിച്ചു. അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുവാൻ എന്റെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിച്ചു. അപ്പൊ ഞാനും സഹോദരനോട് പറയും, ഇങ്ങനെ ആലോചിച്ചു ഇതേക്കുറിച്ച്. ഞങ്ങൾ ഒത്തിരി നേരം സംസാരിച്ചു. ഒരു തീരുമാനത്തിലെത്തി. സംസാരം നിർത്തുക എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം നിർത്തി, സംസാരമെല്ലാം ഒഴിവാക്കി. അപ്പം സ്കൂളിൽ ക്ലാസ്സിൽ പോയിരിക്കും, അത്യാവശ്യം പഠിക്കും, ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയും. അങ്ങനെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ആ കോളേജിലുള്ളവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായി. ഞാൻ മുളപ്പുഴ സിയോൻ ബൈബിൾ കോളേജിലാണ് പഠിച്ചത്. അവർക്ക് എന്നെ ഇഷ്ടമായി. പിന്നെ എനിക്ക് ഫ്രീ ആയിരുന്നു, കാരണം കോളേജിൽ 3 വർഷം സ്ഥിരമായിട്ട് നിന്ന് പഠിച്ചു. എനിക്ക് അവധിക്ക് പുറത്തു പോകേണ്ട ആവശ്യം വന്നിട്ട് 2-ാം വർഷം ആയപ്പോൾ എനിക്ക് സഭാ ശുശ്രൂഷ കിട്ടി. ഇടുക്കിയിലാണ്, ഇരട്ടയാറിലാണ് സഭാ ശുശ്രൂഷ. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് ഇറങ്ങും. അടൂര് ചൂർനാട് പോയി ഒരു ദേശത്ത് വർക്ക് ചെയ്യും. അവിടെ വൈകിട്ട് മീറ്റിംഗ് കൂടും. ശനിയാഴ്ച അവിടുന്ന് പുറപ്പെടും. വൈകിട്ടായത്തേന് വന്ന് കോട്ടയത്ത് വന്നിട്ട് രാത്രി 12 മണിക്ക് വണ്ടി കയറി 4 മണിയാകുമ്പോൾ കട്ടപ്പന ഇറങ്ങി 5 കിലോമീറ്റർ നടന്ന് എന്ന് സവാരാധന നടത്തി ഇങ്ങനെ മടങ്ങി പിന്നെയും കോളേജിൽ പോകാൻ. അങ്ങനെ കോളേജ് വിദ്യാഭ്യാസം, ബൈബിൾ കോളേജ് വിദ്യാഭ്യാസം എനിക്ക് വളരെ അനുഗ്രഹമായിരുന്നു. എന്നാൽ ഞാൻ ബൈബിൾ കോളേജ് പഠിക്കാൻ തുടങ്ങുന്ന 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ സ്നാനപ്പെടും. സ്നാനം വലിയൊരു അനുഭവമാണ് എൻ്റെ. സ്നാനത്തിന്റെ അനുഭവം എന്ന് പറയുന്നത്, ഞങ്ങൾ 5 പേരെ സ്നാനപ്പെടാൻ നിൽക്കും. തങ്കച്ചൻ എന്ന് പേരുള്ള ഒരു മാസ്റ്ററാണ്, ഉള്ളാട്ടുള്ളതാണ്. അദ്ദേഹമാണ് സ്നാനപ്പെടുത്താൻ തയ്യാറായി നിൽക്കുന്നത്. ഞങ്ങൾ 5 പേര് സ്നാനപ്പെടാൻ നിൽക്കുന്നു. 2 സ്ത്രീകളും 3 പുരുഷന്മാരുമാണ്. അപ്പോൾ സ്നാനക്കടവിൽ ചെന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഞാനും പ്രാർത്ഥിച്ചു. എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മകൾ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. അവരോട് ഞാൻ പറഞ്ഞിട്ട്, ഞാൻ എൻ്റെ ഈ വഴിക്ക് പോവുക, നീ എന്ത് ചെയ്യുന്നു? നീ വിശ്വാസി വരുന്നോ? നീ പൊക്കോ, ഞാൻ വന്നേക്കാം. ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ അവരുടെ മൂത്ത മകള് വിശ്വാസമാണ്. ഞാൻ അവളോട് പറഞ്ഞു,
ഇങ്ങനെ പ്രാപ്തി നിൽക്കുന്ന സമയത്ത് പഴയ തീകോളം പിന്നെയും കാണുക. ഞാൻ പ്രാർത്ഥനയിൽ പങ്കെടുത്ത സമയത്ത് കണ്ട തീകോളം വീണ്ടും ഒരു അസ്ത്രത്തിന്മേൽ തൊടുത്ത് ആകാശത്തു നിന്ന് അതിവേഗത്തിൽ പാഞ്ഞു വരിക. പാഞ്ഞു വന്ന് വെള്ളത്തിൽ പതിച്ചു. സ്നാനപ്പെടുത്താൻ പോകുന്ന വെള്ളത്തിൽ പതിച്ചിട്ട് ആ തീകോളം പോയി നിൽക്കുന്ന എന്നെ കാണുവാനിടയായി, എനിക്ക് കാണുവാനിടയായി. അപ്പം സ്നാനപ്പെടുത്തുന്ന അദ്ദേഹം കുറച്ചൊരു സ്ഥലത്ത് നിൽക്കാൻ വേണ്ടി സ്ഥലം ഇങ്ങനെ അന്വേഷിക്കുക, ചവിട്ടി സ്ഥലം അന്വേഷിക്കുക. ഞാൻ പറഞ്ഞു, അച്ചായ ഇങ്ങോട്ട് അല്പം മാറി നിൽക്കുകയാണ് നല്ലതായിരിക്കും. അദ്ദേഹം മാറി നിന്നപ്പോൾ അദ്ദേഹം തിരിച്ചെന്റെ മുഖത്ത് നോക്കി. അപ്പം എനിക്ക് കാണാൻ കഴിയുന്നു അദ്ദേഹം മാറി നിന്ന സ്ഥലത്ത് തീകോളത്തിന്റെ പുറത്താണ് നിൽക്കുക. ഏണ്ട് വെള്ളത്തിനടിയിലെ തറയിൽ നിന്ന് അരയടി ഉയരത്തിൽ അദ്ദേഹം നിൽക്കുക. എന്നാൽ വെള്ളത്തിലകത്താണ്. അപ്പോൾ അങ്ങനെ 4 പേരെ സ്നാനപ്പെടുത്തി. 5-ാമത് ഞാൻ ഇറങ്ങുന്നു. ഞാൻ വെള്ളത്തിൽ ഇറങ്ങി ചെല്ലുന്നു. വെള്ളത്തിലോട്ട് ചെല്ലുന്തോറും അദ്ദേഹം എൻ്റെ കയ്യെ പിടിച്ച് വെള്ളത്തോട്ട് ഇറക്കി. അപ്പോൾ ഞങ്ങൾ 2 പേരും സത്യത്തിൽ വെള്ളത്തിനടിയിലെ തറയിലല്ല. അങ്ങനെയാണ് സ്നാനപ്പെടുന്നത്. കർത്താവിന് സ്തോത്രം, ദൈവം അനുഗ്രഹിക്കട്ടെ. ആ സ്നാനത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി. ദൈവത്തിന്റെ സ്നാനത്തെക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്താണ് സ്നാനം? അപ്പോൾ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് ഇത് മനസ്സിലാകാത്ത, വെറുതെ ഒരാൾ ഒന്ന് രക്ഷിക്കപ്പെട്ടു ഓടിച്ചെന്ന് സ്നാനപ്പെടുന്ന ആ ഒരു രീതിയോട് എനിക്ക് താല്പര്യമില്ല. വളരെ മനസ്സിലാക്കി ഒക്കെ വേണം സ്നാനപ്പെടാന്നാണ്. ഉപദേശമല്ല, എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുക. പറഞ്ഞു വരുന്നൊരു താല്പര്യം, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു വഴിയാണ്. പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ഞാൻ പഠനവും കഴിഞ്ഞു, ദൈവസേനയിൽ പോസ്റ്റിലേക്ക് പോകാൻ താല്പര്യപ്പെട്ടു. മുന്നോട്ട് പഠിക്കാൻ ആഗ്രഹിച്ചു. BD എടുക്കണം, BTH കഴിഞ്ഞു, BD എടുക്കണം. അങ്ങനെ പഠനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു 21 ദിവസം ഉപവാസം ഇരിക്കാൻ താല്പര്യപ്പെട്ടു. 20 ഉപവാസത്തിന്റെ സമയത്ത് പുന്നൂര് ധർമ്മക്കൻ അദ്ദേഹം നമ്മുടെ ഒപ്പം ഇല്ല, നിശ്ചയത്തിൽ വിശ്രമിക്കുന്നു. അദ്ദേഹം ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ ആഗ്രഹം മുന്നോട്ട് പഠിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, കർത്താവിന്റെ ദാസ, ഇത്രയും മതി പഠിച്ചു, ഇനി അതിൻ്റെ ആവശ്യം. എനിക്ക് വളരെ ദുഃഖമായി, സങ്കടമായി. അങ്ങനെയെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞ് ഞാൻ ആ മുന്നോട്ടുള്ള പഠനത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. ശുശ്രൂഷയിൽ മുന്നേറുവാൻ ആഗ്രഹിച്ചു. അങ്ങനെ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചിങ്ങനെ നടക്കുമ്പോൾ ഒരു ദിവസം തിരുവല്ലയിൽ മഞ്ഞാടിയിൽ ഒരു മീറ്റിംഗ് നടക്കുക, ജീവോദയത്തിന്റെ ഹാളിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ഞാനും പങ്കെടുക്കാൻ പോവുക. യാത്ര ചെയ്യുന്ന അവസരത്തിൽ വഴിയിൽ വെച്ചൊരു ദിവാസനെ കണ്ടു. ഞാനും തനിച്ച യാത്ര ചെയ്യുന്നു. ദിവാസൻ ഒറ്റയ്ക്കാതെ എന്നോട് ചോദിച്ചു, അങ്ങോട്ടാ? ഞാൻ പറഞ്ഞു, താമരദാസ, ഒരു മീറ്റിംഗ് കൂടെ ഉണ്ട്, അങ്ങോട്ട് പോകും. പോയിട്ട് വാ, ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളെ ബീഹാറിലേക്ക് വിടുകയാണ്. സ്വത്രം. അങ്ങനെ അത് കേട്ട് അവിടെ ചെന്ന് മീറ്റിംഗൊക്കെ കൂടി പങ്കെടുത്തു. തിരിച്ചു വന്നപ്പോൾ ഒരു സഹോദരനെ വഴി വെച്ച് കണ്ടു. സഹോദരനോട് ചോദിച്ചു, എന്നാ പരിപാടി? സുഖമായിരിക്കുന്നു. പരിചയമുള്ള ആളാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, എന്നാ ഒരു മുന്നോട്ടുള്ള പരിപാടി എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവിന് വേല ചെയ്യണം. അപ്പൊ ഞങ്ങൾ സംഘടനോട് ഒറ്റയ്ക്ക് നിന്നിട്ട് കാര്യമില്ല, സംഘടനോട് ചേർന്ന് നിന്നാലേ കാര്യം നടക്കുള്ളൂ. ഒരു കാര്യം ചെയ്യും, ഇവിടെ ഒരു സ്ഥലമുണ്ട്, ചെന്ന് പോയി നോക്കാം. അങ്ങനെ പോയി പെരുമ്പാവൂരെ ഗോസ്ബൽ നാഷണൽ ഫെലോഷിപ്പിലെ PO ഏലീസ് ഫാസ്റ്ററെ കണ്ടു. ഞാൻ ചെന്ന് വീട്ടിലൊക്കെ പോയിട്ട് വരട്ടെ. വീട്ടിലൊന്നും പോകണ്ട, ഇവിടെ വന്നോ. അച്ഛൻ സംസാര ശൈലി അങ്ങനെയാണ്. ഇവിടെ വന്നോ, 2 ദിവസം ഇവിടെ നിൽക്കും, ഇവിടെയൊക്കെ സുവിശേഷം പറ, പ്രാക്ടിച്ച് കൊടുക്കും. അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടത്തിൽ വേറെ സൗകര്യം അവിടെ വന്നു. അപ്പൊ ഞങ്ങൾ 2 പേരുടെ കൂടി അവിടെയൊക്കെ ഒരുപാട് സൈഡിലൊക്കെ കുറച്ച് സ്ഥലങ്ങളിൽ കടന്നുപോയി, മലമൂറിയ സ്ഥലത്ത് കടന്നു. ഇവിടെയൊക്കെ സുവിശേഷമൊക്കെ പറഞ്ഞ് ട്രാക്ടർ കൊടുത്തു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തന്നു, ഒക്ടോബർ 6 എന്ന് പറഞ്ഞു. അന്ന് ബീഹാറിലേക്ക് കടന്നു വന്നു. ഞങ്ങൾക്ക് ടിക്കറ്റ് ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ സീറ്റില്ല. അവിടെ എവിടെയൊക്കെ ഇരുന്നു, പുറത്ത് നിന്നു, പുറത്ത് നടന്നു. അങ്ങനെയൊക്കെ 3 ദിവസം കൊണ്ട് ഞങ്ങൾ ബീഹാർ ശിവാനിൽ വന്നിറങ്ങി. അവിടുന്ന് തിരെ ഗോപാൽഗഞ്ചിലേക്ക് വന്നു.
കർത്താവ് വേലയിൽ ഒത്തിരി അനുഗ്രഹിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞു പിന്നെയും നാട്ടിൽ പോകേണ്ടതായിട്ട് വന്നു. ഞാൻ ഇവിടുത്തെ വേല വിട്ടു നാട്ടിലേക്ക് പോയി. 2 മാസം കഴിഞ്ഞപ്പോൾ അവിടെ അമ്മ മരിച്ചു. പിന്നെ അതിൻ്റെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ കുറച്ച് ദിവസം അവിടെ നിന്നു. ശേഷം നാട്ടിലൊരു സംഘടനയോട് ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യപ്പെട്ടു. അപ്പോഴത്തേക്കും അതിനിടയ്ക്ക് വിവാഹം കഴിഞ്ഞു. വിവാഹശേഷം നേരെ ജാർഖണ്ഡിലേക്ക് പോയി. ജാർഖണ്ഡിൽ ബൈബിൾ സ്കൂളിൽ കുറച്ച് ദിവസം പഠിപ്പിച്ചു. ആ പഠിപ്പിൽ അതിനെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴാണ് ധർമ്മക്കണ്ണ് പ്രവാചകനുള്ള ദേവദാസന്റെ ആലോചനയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. ഞാൻ പഠിപ്പിക്കാൻ പോകുമ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ പുസ്തകമില്ല, പഠിപ്പിക്കാൻ നോട്ടില്ല. ബൈബിള് 2 ബൈബിളുണ്ട്. ഹിന്ദി അവിടുത്തെ സന്താലി ബൈബിളുണ്ട്, ഇംഗ്ലീഷിന്റെ ഒരെണ്ണമുണ്ട്, മലയാളം ഒരെണ്ണമുണ്ട്, വേറൊന്നുമില്ല. ഹിന്ദി അത്ര നന്നായിട്ട് അറിയില്ല. എങ്കിലും പഠിപ്പിക്കാൻ തുടങ്ങി. കർത്താവ് വളരെ അത്ഭുതകരമായി അവരെ 1 വർഷം കൊണ്ട് അവരെ പഠിപ്പിക്കുവാനുള്ള ഒരു കൃപ കർത്താവ് തന്നു. അന്ന് മനസ്സിലായ കർത്താവ് പഠനത്തെക്കുറിച്ച് കർത്താവിന്റെ ആലോചന എന്തായിരുന്നു എന്നും ദൈവം അനുഗ്രഹിച്ചു വളരെ നല്ല ഒരു ബൈബിൾ പഠിപ്പിക്കുവാൻ കർത്താവ് അവസരം തന്നു. അതിനുശേഷം മറ്റൊരാളുടെ ഒഴിവിലേക്ക് എന്നെ പിന്നെയും ബീഹാറിലെ ശിവാനിലേക്ക് വിട്ടു. അവിടെ നിന്ന് ഗോപാലൻ പിന്നെയും കടന്നു വന്നു. ഞാൻ വരയ്ക്ക് പറഞ്ഞല്ലോ, അമ്മയ്ക്ക് സുഖമില്ലാതെ കടന്നുപോയി. അവിടെ ഒരു ചില വർഷങ്ങൾ നാട്ടിൽ നിൽക്കേണ്ടതായ സാഹചര്യം വന്നിരുന്നു. പിന്നെയും ബീഹാറിനെ കുറിച്ചുള്ള ദർശനം, ബീഹാറിനെ കുറിച്ചുള്ള വിളിയായതുകൊണ്ട് നാട്ടിലധികം നിൽക്കാൻ താല്പര്യപ്പെട്ടില്ല. പിന്നെയും തിരിച്ച് ബീഹാർ ഗോപാലൻ പിന്നെയും കടന്നു വന്നു. ഒരു 2 വർഷക്കാലം ബീഹാറിൽ ഗോപാലഞ്ചിൽ വേല ചെയ്തു. അവിടുന്ന് അവർ പ്രത്യേക രീതിയിൽ ട്രാൻസ്ഫർ ചെയ്തു. ഈ ജില്ലയിൽ ഒരു സപ്പോർട്ടറുണ്ട്, ജില്ലയ്ക്ക് വേണ്ടി മാത്രം ഒരാളെ ആവശ്യമാണ്. അതുകൊണ്ട് അങ്ങനെ ബീഹാറിലേക്ക് കടന്നു വന്നു. കർത്താവിടെ അനുഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥന ആവശ്യമാണ്. പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനവധിയുണ്ട്. ശാരീരിക ക്ലേശങ്ങൾ ഇടയ്ക്കുണ്ട്. അങ്ങനെ ഒത്തിരി വിഷയങ്ങൾ ജീവിതത്തിൽ ഉണ്ട്. ഇതിന് മധ്യത്തിൽ ദൈവം വളരെ അത്ഭുതകരമായി നടത്തുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ബീഹാറിലെ ജീവിതം ഒരു പ്രത്യേക അനുഭവമാണ് എൻ്റെ ജീവിതം. കാരണം ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ, എൻ്റെ പ്രവർത്തന മേഖലയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച കർത്താവിന്റെ വേല നിറഞ്ഞ ജാർഖണ്ഡിലാണ്. ഇത്ര നിഷ്കളങ്കരായ മനുഷ്യർ, അവരുടെ ജീവിതാനുഭവങ്ങൾ, അവരുടെ അടുക്ക്, അവരുടെ ചിട്ടകൾ ഒത്തിരി എന്നെ സ്വാധീനിച്ചു. അവിടെ തന്നെ നിൽക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നെങ്കിലും ബീഹാറിലെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അതായതുകൊണ്ട് തന്നെ ബീഹാറിലേക്ക് കടന്നു വന്നു. ഇവിടെയും ഒത്തിരിയേറെ സഹോദരങ്ങളെ പോലെ ഇടപെടുന്നവർ, ഈ വീടിന്റെ ഉടമസ്ഥര് നല്ല സ്നേഹത്തിലാണ്, വിശ്വാസികളുടെ നല്ല സഹകരണത്തിലാണ്. എന്നാൽ ബുദ്ധിമുട്ടുകൾ ധാരാളം. മുന്നോട്ട് പോകാനായിട്ട് പ്രയാസമുണ്ട്. എൻ്റെ 2 ഗ്രാമം എനിക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. അവിടുന്ന് ഒരു ഗ്രാമത്തിൽ 30 പേര് ആരാധനയ്ക്ക് വന്നിരുന്നു. മറ്റൊരു ഗ്രാമത്തിൽ, അവിടെയും 2 ഗ്രാമത്തിൽ വിലക്കുണ്ട്, അങ്ങോട്ട് ചെല്ലാനായിട്ട് കഴിയില്ല. എന്നാൽ ഇവരെയൊക്കെ ഫോണിൽ കാണുന്നു, ഫോണിലൂടെ ബന്ധപ്പെടുന്നു. ചിലപ്പോഴൊക്കെ 1 മാസം ഒരിക്കലൊക്കെ അവർ ഓടി വന്ന് കണ്ട് പ്രാർത്ഥിച്ച് അവർ കടന്നു പോകുന്നു. അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഞാനിത് ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ദൈവം ഒത്തിരി അനുഗ്രഹിക്കുവാൻ, എൻ്റെ ജീവിതത്തിന്റെ ക്ലേശങ്ങളിൽ നിന്ന്, കഷ്ടതയിൽ നിന്ന്, പട്ടിണിയിൽ നിന്നൊരു മാറ്റം. എനിക്ക് പറയാൻ കഴിയുന്നത്, ദൈവം ഒരാളെ വിളിച്ചാൽ അദ്ദേഹത്തെ അനുഗ്രഹിക്കും. വെറുതെ വിളിക്കുന്നില്ല. കർത്താവ് വഴിയിൽ ഇട്ടേച്ചു പോകുന്ന ഒരുവനല്ല. ഒരു കാര്യം വ്യക്തമാണ്, തങ്കൽ ഏകാഗ്രന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി കർത്താവിന്റെ കണ്ണുകൾ എപ്പോഴും സഞ്ചരിക്കും. അപ്പോൾ ഞങ്ങളിപ്പോ ഏകാന്തമായിട്ടിരിക്കുക. തനിയോട് 4 വർഷമായിട്ട് ഭാര്യ നാട്ടിലാണ്. കൊറോണയ്ക്ക് മുന്നേ കടന്നു പോയതാ. മോളുടെ വിദ്യാഭ്യാസത്തോട് ബന്ധപ്പെട്ട് അവളെ ഇവിടെ 6, 7, 8, 10 വരെ പഠിച്ചു ഇവിടെ. അതിനുശേഷം നാട്ടിൽ അവളെ +1 നാളിൽ വിട്ടു. ഒരു 5-6 മാസം അവൾ തന്നെ അവിടെ നിന്ന് പഠിച്ചു. സൗരങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പഠിച്ചതാണ്. പക്ഷെ പിന്നീട്
ഒരു പ്രാർത്ഥന ചില വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചു, മകൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം കിട്ടണം, നല്ലൊരു സ്ഥലം ആവശ്യമാണ്. എൻ്റെ മനസ്സിലെ ആഗ്രഹം ഒരിക്കലും ഞാൻ ആരോടും പറയില്ല, ഞാൻ ആരോടും പറയില്ല. 3 വർഷം പ്രാർത്ഥിച്ചു, കർത്താവ് ഞാൻ ആരോടും പറയില്ല, നീ പറയണം. ഞാനും മോളും ഭാര്യയും കൂടെ ഞങ്ങൾ നാട്ടിൽ കടന്നുപോയി. അവളെ അവിടെ +1 ചേർക്കണം. ഹോസ്റ്റൽ അന്വേഷിക്കാൻ തുടങ്ങി. ഹോസ്റ്റൽ കൊടുക്കാൻ പൈസ ഇല്ല, പക്ഷെ അന്വേഷിക്കുക വിശ്വാസത്ത. അപ്പൊ അവിടെ ഇമ്മാനുവലിന്റെ വർഗീസ് സ്റ്റുഡിയന്റെ ഞങ്ങൾ പരിചയമുള്ളവരാ, വൈഫിന്റെ അയൽവാസികളാണ്. പോകുമ്പോൾ അവിടെ പോകാറുണ്ട്, ചിലപ്പോൾ അവിടെ ആരാധന കൂടും. അങ്ങനെ പോകുന്നത് തിരിച്ചു പോരാനുള്ള സമയമായപ്പോ ഹോസ്റ്റലൊന്നും കിട്ടിയില്ല, എങ്കിലും വീട്ടിൽ നിൽക്കാന്നുള്ള തന്റെ താല്പര്യത്തിൽ വൈഫിന്റെ വീട്ടിൽ നിർത്താറുണ്ട്. അങ്ങനെ താല്പര്യത്തില് ആലോചന ഞങ്ങൾ രണ്ടുപേർത്തിലും ആലോചിച്ചു, എന്നാ തിരിച്ചു പോകാം, ഞങ്ങൾ മോളെ വന്നിട്ട് തിരിച്ചു പോകാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ മടങ്ങാനുള്ള താല്പര്യം വീട്ടിൽ ചെന്നു. പാസ്റ്ററെ പ്രാർത്ഥിക്കുന്നൊക്കെ പറഞ്ഞപ്പോ മോടെ കാര്യം എന്താ, ഞങ്ങൾ പറഞ്ഞു ഇതുവരെ ഹോസ്റ്റൽ കിട്ടിയില്ല, അവൾ വീട്ടിൽ നിന്ന് പഠിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ അവളെ വീട്ടിൽ ഒന്നും നിർത്തണ്ട, ഇവിടെ നിർത്തിക്കോളാൻ പറഞ്ഞു. ഓർഫണേജ് ആണ്, പക്ഷെ പ്രത്യേക പരിഗണനയിൽ മകളെ അവിടെ നിർത്തി അവർ പഠിപ്പിക്കുന്നു. ആ 2 വർഷക്കാലം അവിടെ പഠിച്ചു. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം പറഞ്ഞു, ഒരു കാര്യം ചെന്ന് ഇവിടെ ജോലിക്ക് ചെയ്യുന്നു, വൈഫിനോട് പറഞ്ഞു ഇവിടെ ജോലിക്ക് ചെയ്യുന്നു, ശരിയായിക്കോളും. അപ്പം വൈഫ് അവിടെ ജോലി ചെയ്യുന്നു. ഇത്രയൊക്കെ പറയുവാനായിട്ട് കർത്താവ് കൃപ നൽകി. എനിക്കിങ്ങനെ ഒരു അവസരം തന്ന ഡാനിയൽ ജോൺ സാറിനോടും കുടുംബത്തോടും അരോമ ടിവിയോടും നന്ദി പറയുകയാണ്. ദൈവം ധാരാളം അനുഗ്രഹം പോലെ അനേകര് ഇങ്ങനെ ബീഹാറില്, കേരളത്തില്, ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലായിട്ടുണ്ട്. അപ്പൊ അവരെയൊക്കെയും അവസരം കൊടുക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ പ്രാർത്ഥന ഓർക്കുക. താങ്ക് യു കർത്താവദാസൻ പാസ്റ്റർ റോബിൻ പൗലോസ്. ദൈവസന്നിധി ഇന്ന് ഇങ്ങനെ ഒരു അവസരത്തിൽ സമയം വേർതിരിച്ച് കർത്താവ് കൊണ്ടുവന്നതായ ജീവിതത്തിലെ അനുഭവങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ ദൈവ അവസരം ഒരുക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബാല്യത്തിലെ പല ഓർമ്മകളും വളരെ ഹൃദയഭേദകമായ അനുഭവങ്ങളായിരുന്നു എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. ജനിച്ച ഉടനെ തന്നെ ജീവനില്ലാത്ത ഒരു കുട്ടി എന്ന നിലയിൽ കാട്ടിലേക്ക് വലിച്ചെറിയപ്പെടുകയും അവിടെ നീറ് പൊതിഞ്ഞ് കിടന്ന അനുഭവത്തിൽ നിന്ന് പിതാവ് പോയി എടുത്തുകൊണ്ടുവന്ന് വീണ്ടും ശുശ്രൂഷ ചെയ്ത് ജീവനുള്ള ഒരു കുട്ടിയായി ജീവിതം ആരംഭിച്ച നീറുന്ന അനുഭവങ്ങളുടെ ബാല്യകാലം പങ്കുവയ്ക്കുവാനിടയായി തീർന്നു. ഒരു പക്ഷെങ്കിൽ സാധാരണ ആർക്കും ഉണ്ടാകാത്ത ഒരു സംഭവമായാണ് അതെന്ന് കേൾക്കുന്ന ഏതൊരു വ്യക്തിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിന് തീർച്ചയായിട്ടും ഒരു പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു അനുഭവത്തിൽ നിന്നും ഇന്ന് ഈ സാക്ഷ്യം പറയുവാൻ കർത്താവ് കൊണ്ടുവന്നത്. ഇല്ലായിരുന്നു എങ്കിൽ ചില മണിക്കൂറുകൾക്കകം ആ ഉറുമ്പുകൾക്ക് ആഹാരമായി മാറേണ്ടുന്നതായ ആ ഒരു അനുഭവത്തിൽ നിന്ന് ഇന്ന് കർത്താവിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ, കർത്താവിൻ്റെ വേല ചെയ്യുവാൻ, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി അനേക ആത്മാക്കളെ നേടുവാൻ ബീഹാറിൽ ദൈവം ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും മറ്റ് പാപവഴികളിലുമൊക്കെ ആക്രമിക്കപ്പെട്ട വലിച്ചെറിയപ്പെട്ട അനേക പ്രിയപ്പെട്ടവരെ, അനേക കുഞ്ഞുങ്ങളെ, അനേക കുടുംബങ്ങളെ നാശത്തിൽ നിന്ന്, ആ തകർച്ചയിൽ നിന്ന് യേശു കർത്താവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക്, ആ സ്നേഹത്തിൻ്റെ ആ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ, മടക്കി വരുത്തുവാൻ ദൈവദാസനെ ഇന്ന് ഉപയോഗിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും ബലവും സൗഖ്യവും അവസരങ്ങളും കർത്താവ് തരട്ടെ എന്ന് ആശംസിക്കുന്നു. കുടുംബമായി ദൈവം നിങ്ങളെ കർത്താവിൻ്റെ വേലയിൽ ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ ശ്രോതാക്കളെ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ജീവിതാനുഭവങ്ങൾ
നമ്മൾ കേൾക്കുമ്പോൾ അതൊരു കേൾവി മാത്രമായി, ഒരു കേൾവി മാത്രമായി, ഒരു കഥ കേൾക്കുന്ന ലാഘവത്തോടെ നമ്മളതിനെ തള്ളിക്കളയാതെ, പകരം ഓരോ മനുഷ്യൻ്റെ ജീവിതത്തെയും ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്, അതിൻ്റെ പിന്നിൽ ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. എവിടെ വലിച്ചെറിയപ്പെട്ടാലും, ഏത് അനുഭവത്തിൽ തള്ളപ്പെട്ടാലും ദൈവത്തിന് ആ വ്യക്തിയെ ആവശ്യമുണ്ടെങ്കിൽ ദൈവം ആ വ്യക്തിയെ മടക്കി വരുത്തും. എങ്ങനെയെങ്കിലും ദൈവം ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങളെ കേൾക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ജീവിതത്തിൽ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ ജീവിതം തള്ളി നീക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. പല പ്രിയപ്പെട്ടവരും സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല, പക്ഷെ ജീവിതത്തിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ലാതെ എത്രയോ പ്രിയപ്പെട്ടവർ ഞങ്ങളെ കേൾക്കുന്നു. അതുപോലെ തന്നെ ജീവിതത്തിൽ മദ്യം, മയക്കുമരുന്ന്, ലഹരി, പലവിധമായ പാപവഴികളിൽ ജീവിച്ച് സമാധാനമില്ലാതെ ജീവിക്കുന്ന പ്രിയപ്പെട്ടവർ, അതുപോലെ തന്നെ പല രോഗങ്ങളാൽ കഷ്ടമനുഭവിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ, ചിലരെ കടബാധ്യതയാലും ജപ്തി നടപടികളാലും ജീവിതം അവസാനിപ്പിക്കുവാൻ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവർ, നാളെയെക്കുറിച്ച് ആശങ്കപ്പെടുന്നവർ, തലമുറയെക്കുറിച്ച് നിരാശപ്പെടുന്നവർ, കരയുന്നവർ, ജോലി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഭാരപ്പെടുന്ന ഒത്തിരി പ്രിയപ്പെട്ടവർ, ഇങ്ങനെ നിരവധി വിഷയങ്ങളുമായിട്ട് ഞങ്ങളെ കേൾക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, യേശു കർത്താവിന് നിങ്ങളെ ആവശ്യമുണ്ട്. കർത്താവിന് നിങ്ങൾ പ്രയോജനമുള്ള ഒരു പാത്രമായി തീരുവാൻ നിങ്ങളെ ഉപയോഗിക്കുവാൻ കഴിയും. നാം കോപപാത്രങ്ങളായി, പാപപാത്രങ്ങളായി, പാപിയായ ഒരു വ്യക്തിയായിട്ടാണ് ഇന്ന് ജീവിതം നയിക്കുന്നതെങ്കിൽ ദൈവം മുൻപാകെ നാം ഒന്ന് സമർപ്പിക്കുവാൻ, നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാൻ തയ്യാറാകുമെങ്കിൽ കാൽവരി ക്രൂശിലെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ കഴുകി, ക്രൂശിലെ യേശുവിൻ്റെ ആ സ്നേഹം, ദൈവസ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് പകർന്ന് പരിശുദ്ധാത്മാവിനെ നിറച്ച്, ദൈവത്തിൻ്റെ വചനത്താലും കൃപകളാലും കൃപാവരങ്ങളാലും നിറച്ച് ദൈവത്തിൻ്റെ കരുണാപാത്രമായി നമ്മെ ദൈവത്തിന് മാറ്റുവാൻ തക്കവണ്ണം കഴിയും. ഒരുപക്ഷെങ്കിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും മുൻപാകെ താങ്കൾ ഒരു കോപപാത്രമായി, നിന്ദാപാത്രമായി, അപമാനപാത്രമായി, ബലഹീനനായി, രോഗിയായി, പല നിലകളിൽ നിന്ദിക്കപ്പെട്ട് ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയില്ലാതെ കഴിയുന്ന വ്യക്തിയാണെങ്കിൽ ആ യേശുവിനെ നിങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ ഭക്തിയുള്ള, സ്നേഹമുള്ള, വചനമുള്ള ഒരു മാനപാത്രമായി, സ്നേഹപാത്രമായി, കരുണാപാത്രമായി മാറ്റുവാൻ തക്കവണ്ണം കഴിയും. സ്തോത്രം. ഉപ്പിട്ട് വയ്ക്കുന്നതായ പാത്രത്തിന് ഉപ്പുപാത്രമെന്നും, മുളകിട്ട് വയ്ക്കുന്ന പാത്രത്തിന് മുളക് പാത്രമെന്നും, മറ്റ് പഞ്ചസാര ഇട്ട് വയ്ക്കുന്ന പാത്രത്തിന് പഞ്ചസാര പാത്രമെന്നും ഒക്കെയാണല്ലോ നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ പാപം നിറഞ്ഞ ഒരു ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ, മദ്യവും മയക്കുമരുന്നും കഴിച്ച ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവവചനപ്രകാരം പറയപ്പെടുന്ന പേര് പാപി എന്നാണ്, മദ്യപാനി എന്നാണ്, മയക്കുമരുന്നിന് അടിമയെന്നാണ്. അങ്ങനെ പല വിധത്തിലുള്ള പേരുകളാൽ നമ്മൾ അറിയപ്പെടുന്നു. എന്നാൽ ആ പാത്രത്തിൽ ക്രൂശിലെ സ്നേഹവും ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവും നിറയപ്പെടുന്നു എങ്കിൽ നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരികയാണ്. ഒരു കാര്യം കൂടി പ്രത്യേകം ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പഞ്ചസാരയും ഉപ്പും കൂടി ഒരുമിച്ചിട്ട് വയ്ക്കില്ല, മുളകും മഞ്ഞളും മല്ലിപ്പൊടിയെല്ലാം കൂടി ഒരുമിച്ചിട്ട് വയ്ക്കുകയില്ല. ആ പാത്രം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൽ ഏതെങ്കിലും ഒരു സാധനമേ നിറയ്ക്കാൻ പറ്റുകയുള്ളൂ. മദ്യവും മയക്കുമരുന്നും പുകവലിയും ലോകത്തിൻ്റെ സകല പാപ അശുദ്ധ വഴികളിലും നടന്ന് ജീവിച്ച് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ കോപപാത്രമായി, പാപപാത്രമായി ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ ദൈവത്തിൻ്റെ വചനത്തിന് പ്രസക്തിയില്ല, പരിശുദ്ധാത്മാവിന് പ്രസക്തിയില്ല, വിശുദ്ധിക്ക് പ്രസക്തിയില്ല, പ്രാർത്ഥനയ്ക്ക് പ്രസക്തിയില്ല. അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. അവൻ്റെ ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ളതായ ദൈവപ്രവൃത്തി നടക്കുകയില്ല.
അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, നിങ്ങളുടെ ജീവിതം പൂർണ്ണമായി കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെടേണ്ട ഒരു അനുഭവത്തിലേക്ക് കടന്നു വരിക. ദൈവ പൈതലായിത്തീരുക, ദൈവ പൈതലായിത്തീരുക. ആയതിലേക്ക് ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കൂ, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കൂ. ക്രിസ്തുവിൻ്റെ സ്നേഹം താങ്കളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. ദൈവത്തിൻ്റെ വചനം കേൾവി മാത്രമായിരിക്കുവാനല്ല, അത് ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിലേക്ക് വരട്ടെ. അത് വിടുതലായി, സൗഖ്യമായി, കർത്താവിൻ്റെ കോപപാത്രമായിട്ടല്ല, കരുണാപാത്രമായി മാറുവാൻ. കർത്താവെ, ഞാനിതാ എന്നെ സമർപ്പിക്കുന്നുവെന്ന് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. എല്ലാ പ്രിയപ്പെട്ട ഒരു നിമിഷം പ്രാർത്ഥിച്ചാൽ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ അരോമ ടിവിയിലെ ശ്രോതാക്കൾക്ക് വേണ്ടി ഈ നിമിഷം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, നന്ദിയോടെ 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 ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ക്രിസ്തുയേശുവിൽ കൂടെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഈ സന്ധ്യാവേളയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. സ്വർഗം കഴിഞ്ഞ ഞങ്ങളെ അവിടങ്ങളിലായി മാനിച്ചു, അനുഗ്രഹിച്ചു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനാ കർത്താവെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവെ, ഞങ്ങളുടെ ദാസൻ ദാനിയേൽ ജോൺ പാസ്റ്ററോട് ചേർന്ന് കർത്താവെ ഈ സമയത്ത് ഞാനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് മറ്റുങ്ങളുടെ ശ്രോതാക്കൾക്കായി, സൗരീസ്വരങ്ങൾക്കായി, കുഞ്ഞുങ്ങൾക്കായി, പ്രായമുള്ളവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ്, ക്ഷീണിതരായിരിക്കുന്ന, തകർന്നിരിക്കുന്ന, അമേൻ ദുഃഖിച്ചിരിക്കുന്ന സകല ജീവിതങ്ങളെയും ഈ പകൽക്കാലം കർത്താവിന്റെ കരുത്തിലേക്ക് സമ്പൂർണമായി വിധേയപ്പെടുത്തുക. കർത്താവെ, ഒന്നിനെക്കുറിച്ച് ഞങ്ങൾ വിചാരപ്പെടുന്നില്ല, സകലം ഞങ്ങൾ സ്തോത്രത്തോട് അറിയിക്കുകയില്ല. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസഭ നിറയ്ക്കുന്ന പരിശുദ്ധനാ ദൈവം ഈ പകൽക്കാലം പ്രിയ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ബലപ്പെടുത്തണമേ. കർത്താവെ, സഹായിക്കണമേ. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാവണമെന്ന് പറഞ്ഞ് യാത്ര ചെയ്യുവാൻ കർത്താവ് മറ്റിവിടെ ശ്രോതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. സങ്കടങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, അമ്മയെ കട്ടതയോടെ കടന്നു പോകുന്നവരുണ്ട്. കർത്താവെ, മുന്നേറുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ട്, പ്രാർത്ഥിപ്പാൻ കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ട്, മുന്നേറുവാൻ പലവിധത്തിലും ശ്രമിച്ചിട്ട് മുന്നേറുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവര് കർത്താവെ, ഈ സമയത്ത് ഞങ്ങൾ അവർക്കായി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ നല്ല ദൈവമേ, അങ്ങയുടെ കൃപ, അങ്ങയുടെ കരുണ, അങ്ങയുടെ ആലോചന, അങ്ങയുടെ ശക്തി, അങ്ങയുടെ പ്രവർത്തനം അവരുടെ മേൽ വ്യാപരിക്കേണ്ടതിനായി കർത്താവിന്റെ കരത്തിലെ സമ്പൂർണമായി ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്കല്ല കർത്താവെ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം പ്രിയ കുഞ്ഞുങ്ങളെ നീ മാനിക്കണം, അനുഗ്രഹിക്കണം. ദൈവം അവരെ സൂക്ഷിക്കണം. കർത്താവെ, അവരെ സഹായിക്കുമാറാകണം. ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ഓരോ ചുവടുകളും മുന്നോട്ട് വയ്ക്കുമ്പോൾ കർത്താവിന്റെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നല്ലോ, ദൃഷ്ടി വെച്ച് ആലോചന പറയുന്നവൻ. കർത്താവെ, ഈ പകൽക്കാലം നീ ആലോചന പറഞ്ഞവരെ വഴി നടത്തുമാറാകണം. വഴി ഇതല്ല എന്ന് പറയുവാൻ തൊക്കണം ഇടയാക്കി തീർക്കണം. കർത്താവെ, അവരരുതാത്ത പാതയിൽ സഞ്ചരിക്കുമ്പോൾ വഴിമാറി സഞ്ചരിക്കുവാൻ കർത്താവിന്റെ ഉപദേശത്തിനായി സ്തോത്രം. കർത്താവിന്റെ ശബ്ദത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവിടെ എല്ലാ പ്രേക്ഷകർക്കായി, എല്ലാ സഹോദരങ്ങൾക്ക്, എല്ലാ സപ്പോർട്ടേഴ്സിനായി ദൈവമേ അതിന്റെ കരത്തിലേക്ക് അവരെ ഏൽപ്പി സ്വർഗ്ഗവരെ മാനിക്കണം, അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് അങ്ങയുടെ ദാസൻ ദാനിയേൽ ജോൺ പാസ്റ്റർക്കായി സ്തോത്രം. എന്റെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ നടത്തുന്ന സംരംഭത്തിനായി സ്തോത്രം. വരുന്ന നാളുകളിൽ അനേകര് അമ്മയെ സാക്ഷ്യം പറഞ്ഞ് അനേകരുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ഉളവാക്കുന്ന നിലയിൽ കർത്താവെ പ്രവർത്തന മണ്ഡലത്തിൽ പിന്നെ വ്യാപരിക്കുവാൻ ദൈവം സഹായിക്കണം. ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിച്ചതിനെ നന്ദി പറയുന്നു. വീണ്ടും സഹായിക്കേണ്ടതിനായി ഏൽപ്പിക്കുന്നു. കൂടിയിരിക്കുമാറാകണം. മഹത്വം കർത്താവിന്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റോബിൻ പൗലോസ്. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിനെ കർത്താവിൻ്റെ ദാസനോട് കുടുംബാംഗങ്ങളുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യം ആരോഗ്യവും കർത്താവ് തട്ടെ. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ നല്ല സാക്ഷ്യങ്ങളെ വഹിക്കുവാൻ കർത്താവിൻ്റെ അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം കൂടെ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതുപോലെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കാം. അരോമ ടിവിയുടെ പ്രാർത്ഥനാ കൂട്ടായ്മ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നിങ്ങൾക്ക് സംബന്ധിക്കുവാൻ താല്പര്യമെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടൂ. നിങ്ങൾക്ക് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. അതുപോലെ aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും
ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com